അതിരപ്പള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം തുടരുന്നു. ആനയ്ക്ക് ചികിത്സ നൽകുമെന്ന വനംവകുപ്പ്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ റോഡരികിലെ കരിക്ക് വിൽപ്പന കേന്ദ്രം കാട്ടാന തകർത്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന മോഷണ ശ്രമം. മുണ്ടത്തിക്കോട് കപ്പേളയുടെ ചില്ല് തകർത്ത് രൂപം കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ 10 ആനകളെ പങ്കെടുപ്പിക്കാൻ തീരുമാനം. മുൻനിരയിലോടുക ആദ്യം നറുക്കെടുക്കുന്ന 3 ആനകൾ. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികം നാളെ. ഇനിയും യാഥാർത്ഥ്യമാകാതെ ചാലക്കുടിയിലെ കലാഭവൻ മണി സ്മാരകം. കുടിവെള്ളക്ഷാമം ചർച്ച ചെയ്യാൻ ഇരിങ്ങാലക്കുട നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ എത്തിയില്ല. KSTPയുടെ ധിക്കാരം അവസാനിപ്പിക്കണമെന്ന കൌൺസിലർമാർ. ക്ഷയരോഗം ബാധിച്ച് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 160 പേർ. രോഗബാധിതർ ചികിത്സ തേടാൻ മടിക്കുന്നതായി ആരോഗ്യവകുപ്പ്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം തുടരുന്നു. ഏഴാറ്റുമുഖം ഗണപതിയാണ് പരിക്കേറ്റ നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. വലതുകാൽ നിലത്ത് അമർത്തിവെക്കുമ്പോൾ പ്രയാസപ്പെടുന്ന രീതിയിലാണ് കൊമ്പൻ. ജനവാസ കേന്ദ്രങ്ങളിൽ പതിവായി എത്തുന്ന കൊമ്പന്റെ കാലിൽ കമ്പിവേലിയിൽ നിന്ന് മുറിവേറ്റതാകാം എന്നാണ് കരുതുന്നത്. ആനയുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നിഗമനം. ആനയ്ക്ക് ചികിത്സ നൽകുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ആവശ്യമെങ്കിൽ മാത്രമേ മയക്കുവെടി വെക്കുകയുള്ളൂവെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ റോഡരികിലെ കരിക്ക് വിൽപ്പന കേന്ദ്രം കാട്ടാന തകർത്തു. കോടാംപറമ്പൻ ആനന്ദിന്റെ കടയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടം നശിപ്പിച്ചത്. 2 മാസം മുൻപാണ് കട തുടങ്ങിയത്. മേഖലയിൽ കാട്ടാന ശല്യം പതിവാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിന്റെ കപ്പേളയുടെ ചില്ല് വാതിൽ തകർത്ത് രൂപം കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. കപ്പേളയ്ക്ക് സമീപം താമസിക്കുന്നവരെയാണ് വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീടിന് സമീപം കപ്പേള വന്നതിലെ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു. പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ പുലർച്ചെയാണ് കപ്പേള തകർത്ത് രൂപം കവർന്നത്. പള്ളി കമ്മിറ്റി നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന മോഷണ ശ്രമം. റിട്ടയർഡ് റെയിൽവേ ജീവനക്കാരൻ ഞാവേലിപ്പറമ്പിൽ ഷാനവാസിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവകത്ത് കയറിയത്. വീടിനകത്തുള്ള അലമാരകളെല്ലാം കുത്തി തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലാണ്. ഷാനവാസും കുടുംബവും നാട്ടിലില്ലാത്തതിനാൽ ഇന്ന് രാവിലെ വീട് വൃത്തിയാക്കാനെത്തിയ സ്ത്രീയാണ് മോഷണ ശ്രമം നടന്നതായി കണ്ടത്. തുടർന്ന് വാർഡ് കൌൺസിലർ VM ജോണി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ ജീവനക്കാർ വന്നപ്പോഴാണ് വീടാകെ കുത്തിപ്പൊളിച്ച് തുറന്ന് മാറി കണ്ടത്. അകത്ത് കയറി നോക്കിയപ്പോൾ മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരി, മുഴുവൻ അലമാരകൾ എല്ലാം സ്വർണ്ണാഭരണങ്ങളോ അതുപോലെ തന്നെ പണമോ ആണ് ആ കള്ളന്മാർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും ഈ ഷാനവാസിക്കോട് വെക്കാതെയാണ് എല്ലാം സുരക്ഷിതമായിട്ട് പുള്ളി വെച്ചതിൻ്റെ പേരിൽ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയോട്ട ചടങ്ങിൽ 10 ആനകളെ മാത്രം പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന 3 ആനകൾ മാത്രമാണ് മുൻനിരയിലോടുക. ഈ മാസം 10-ന് നടക്കുന്ന ആനയോട്ടത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിളിച്ചു ചേർത്ത സബ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. അപകടകാരികളല്ലാത്തതും മതപ്പാടിലല്ലാത്തതുമായ 10 ആനകളെയാണ് വിദഗ്ധ സമിതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 5 ആനകളെ തലേദിവസം ക്ഷേത്രനടയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും. ആദ്യം നറുക്കിട്ടെടുത്ത 3 ആനകൾ മാത്രമാണ് ഓടുക. മറ്റ് 2 ആനകളെ കരുതലായി നിർത്തും. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ആനകളെ 2 മണിയോടെ പാർത്ഥസാരഥി ക്ഷേത്രവളപ്പിലും മഞ്ജുളാലിന് സമീപമുള്ള ദേവസ്വത്തിന്റെ പറമ്പിലുമായി തളയ്ക്കും. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽ കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. പങ്കെടുത്ത ആനകൾക്ക് മുഴുവൻ ആനത്താവളത്തിൽ ഊട്ടു നൽകും. വേനൽച്ചൂട് കണക്കിലെടുത്ത് ആനകൾക്ക് കുടിക്കാനുള്ള വെള്ളം കരുതും. വെള്ളമൊഴിച്ച് ആനകളുടെ ശരീരവും റോഡും തണുപ്പിക്കും. ആനയോട്ട ചടങ്ങിൽ ഹെലിക്യാം ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സബ് കമ്മിറ്റി ചെയർമാൻ മനോജ് B നായർ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, ആന ചികിത്സാ വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ K വിവേക്, ഡോക്ടർ ചാരുജിത്ത് നാരായണൻ, ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷിക ദിനം നാളെ. ഇനിയും യാഥാർത്ഥ്യമാകാതെ ചാലക്കുടിയിലെ കലാഭവൻ മണി സ്മാരകം. മലയാളക്കരയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മണിയുടെ മരണം കലാ ആസ്വാദകരുടെ മനസ്സിൽ ഇന്നും തേങ്ങലാണ്.
ഇതേസമയം മണിയുടെ സ്മാരകം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് തർക്കം തുടരുകയാണ്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് വ്യാഴാഴ്ച ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. മണിയുടെ സ്മാരകം നിർമ്മിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അമാന്തം കാണിക്കുന്നുവെന്നാരോപിച്ചാണ് MLAയുടെ പ്രതിഷേധം. എന്നാൽ MLAയുടെ കെടുകാര്യസ്ഥത മൂലമാണ് സാംസ്കാരിക കേന്ദ്രം എങ്ങും എത്താത്തതെന്ന് LDF ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചത് LDF പാർലമെന്ററി പാർട്ടി കഴിഞ്ഞയാഴ്ച നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. ദേശീയപാതയോട് ചേർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിധിയിലുള്ള 20 സെന്റ് സ്ഥലം സാംസ്കാരിക വകുപ്പ് വിട്ടുനൽകിയിരുന്നു. 3 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ ഫോക്ലോർ അക്കാദമിയുമായി സഹകരിച്ചുള്ള കേന്ദ്രത്തിന്റെ നിർമ്മാണം ഏറെ നീണ്ടുപോയി. നാടൻ കലകളുടെ വളർച്ചയ്ക്ക് ആധാരമാകുന്ന പ്രസ്തുത കേന്ദ്രം ചാലക്കുടിക്ക് മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല. എങ്കിലും ഇതിനുള്ള ആത്മാർത്ഥ ശ്രമം നടത്താതെ ബന്ധപ്പെട്ടവർ കലാഭവൻ മണിയുടെ പേരിനെ പോലും വിവാദത്തിലാക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. നഗരസഭാ യുവജനക്ഷേമ ബോർഡ്, കലാഭവൻ മണി ട്രസ്റ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാളെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. KA ഉണ്ണികൃഷ്ണൻ, CT സബിത, P സുന്ദരദാസ്, US അജയ്കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ KSTPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഡ് നവീകരണ പ്രവൃത്തികളെ തുടർന്ന് ഉടലെടുത്ത കുടിവെള്ളക്ഷാമം ചർച്ച ചെയ്യാൻ ഇരിങ്ങാലക്കുട നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല. നഗരസഭാ പ്രദേശത്ത് കുടിവെള്ള വിതരണം താറുമാറായെന്ന പരാതി ഉയർന്നതോടെയാണ് KSTP അധികൃതരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കൌൺസിലർമാരും പങ്കെടുക്കുന്ന യോഗം വിളിച്ചത്. എന്നാൽ യോഗത്തിൽ KSTP അധികൃതർ എത്തിയില്ല. പകരം പ്രൊജക്ട് മാനേജർ റെജി പോളാണ് യോഗത്തിലെത്തിയത്. KSTPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ പങ്കെടുക്കാത്തതിൽ കൌൺസിലർമാരിൽ നിന്നും പ്രതിഷേധമുയർന്നു. പൊതുജനങ്ങളുടെ വികാരം മനസ്സിലാക്കണമെന്നും ഫോൺ വിളിച്ചാൽ പോലും ധിക്കാരപരമായ സമീപനമാണ് KSTP ഉദ്യോഗസ്ഥരുടേതെന്നും കൌൺസിലർമാർ പറഞ്ഞു. വിമർശനങ്ങൾ രൂക്ഷമായതോടെ KSTP പ്രൊജക്ട് മാനേജർ റെജി പോൾ യോഗം ആരംഭിച്ച് അല്പസമയത്തിനകം ഇറങ്ങിപ്പോയി. യോഗത്തിൽ പങ്കെടുത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കി. റോഡ് പണിക്കായി KSTP നിർദ്ദേശിക്കുമ്പോൾ മാത്രമാണ് വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നത് ഉൾപ്പെടെയുള്ള പണികൾ ചെയ്യാറുള്ളത്. പലപ്പോഴും മുൻകൂട്ടി വിവരങ്ങൾ അറിയിക്കാറില്ലെന്ന് യോഗത്തിൽ പരാതി ഉയർന്നു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. TCV ഇരിങ്ങാലക്കുട. ക്ഷയരോഗം ബാധിച്ച് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 160 പേർ. രോഗബാധിതർ ചികിത്സ തേടാൻ മടിക്കുന്നതായി ആരോഗ്യവകുപ്പ്. ലോകത്തിൽ ക്ഷയരോഗബാധിതരിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഇന്ത്യയിലാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ക്ഷയരോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിലും മരണനിരക്ക് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. 160 പേരാണ് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം ക്ഷയരോഗബാധിതരായി മരണപ്പെട്ടത്. ചികിത്സ എടുത്തില്ലെങ്കിൽ 80 മുതൽ 85% വരെ മരണകാരണമാകുന്ന ഒന്നാണ് ക്ഷയരോഗം. എന്നാൽ ചികിത്സിക്കുകയാണെങ്കിൽ മരണസാധ്യത 5% കുറയ്ക്കാൻ കഴിയും. ക്ഷയരോഗമുള്ള ഒരു വ്യക്തിയിൽ നിന്നും വർഷത്തിൽ 15 പേർക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട്. 90% മരണനിരക്ക് കുറയ്ക്കുക, 80% പുതിയ രോഗബാധ ഇല്ലാതാക്കുക, സൗജന്യ ചികിത്സ 100% ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2024 ഡിസംബർ മുതൽ 2025 മാർച്ച് 26 വരെ 100 ദിന ക്യാമ്പയിനിന് സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ചുമ, പനി, ശരീരത്തിന് ഭാരക്കുറവ്, രാത്രിയിൽ അനുഭവപ്പെടുന്ന കുളിർ എന്നിവയാണ് ക്ഷയരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. 80% ശ്വാസകോശത്തിനെയും 20% ആളുകൾക്ക് ശ്വാസകോശ ഇതര അവയവങ്ങളെയും ക്ഷയരോഗം ബാധിക്കുന്നു. എന്നാൽ 60% രോഗലക്ഷണമുള്ളവരും ചികിത്സയ്ക്ക് മടിക്കുന്നുവെന്നും ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും തൃശൂർ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ പറയുന്നു. ക്ഷയരോഗത്തെ നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെ ക്ഷയരോഗ മരണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് 60% ആളുകൾ, ലക്ഷണമുള്ള 60% ആളുകളും ചികിത്സയിലേക്ക് വരാൻ മടിക്കുന്നു. അത് കാരണം പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന ഭയമാണ്. അതായത് ചികിത്സയ്ക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ മറ്റ് സമൂഹത്തിൽ നിന്ന് നമുക്കൊരു വിവേചനം ഉണ്ടാകുമോ എന്നുള്ള ഭയം കാരണം പലപ്പോഴും ആളുകൾ മുന്നോട്ട് വരാൻ മടിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ 100 ദിനത്തിൽ ഏറ്റവും കൂടുതൽ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ 80 മുതൽ 85% വരെ മരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ക്ഷയരോഗം. എന്നാൽ നമുക്ക് മരുന്ന് കൃത്യമായി കഴിച്ചാൽ വളരെയധികം മരണനിരക്കിനെ കുറയ്ക്കാൻ സാധിക്കും. 6 മാസമാണ് ചികിത്സാ കാലാവധി. ഇതിനിടയിൽ ചികിത്സ മുടക്കുന്നത് കൂടുതൽ സംഘർഷത്തിലാക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ചികിത്സാ സമയത്ത് ലഹരി ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്.
സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്നു എന്നതുകൊണ്ട് രോഗികൾക്ക് കൗൺസിലിംഗ് കൃത്യമായി നൽകുന്നു. മരുന്നിനോടൊപ്പം തന്നെ ന്യൂട്രീഷൻ, നല്ലൊരു പോഷണ സമൃദ്ധമായ ആഹാരവും കൂടി കഴിക്കേണ്ടത് ഇതിന് പ്രധാനമാണ്. കാരണം കൂടുതൽ ക്ഷയരോഗികൾ മരണം ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ കാരണം അണ്ടർ ന്യൂട്രീഷൻ, അതായത് ന്യൂട്രീഷൻ ശരിയായ രീതിയിൽ വരുന്നില്ലെങ്കിൽ, കഴിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മരണത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ചികിത്സയോടൊപ്പം തന്നെ ന്യൂട്രീഷനും കൂടി വളരെ ശ്രദ്ധിച്ച് നമ്മൾ കഴിക്കേണ്ടതാണ്. TCV തൃശൂർ. ഇരിങ്ങാലക്കുട നഗരസഭയുടെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ. പൊറുത്തിശ്ശേരി മഹാത്മാ UP സ്കൂളിന് ഡോക്ടർ ആർ ബിന്ദുവിന്റെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ പാഴാക്കാൻ UDF ഭരണസമിതി ശ്രമം നടത്തുന്നതായി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം ലഭ്യമായ ആനുകൂല്യങ്ങൾ പോലും നഗരസഭയ്ക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിൻ ആരോപിച്ചു. മഹാത്മാ UP സ്കൂളിലെ ഉച്ചഭക്ഷണ ഹാളിനും അടുക്കളയ്ക്കുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ MLA ഫണ്ട് രജിസ്റ്റർ കാണാനില്ല എന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ചെയർപേഴ്സണും പറഞ്ഞിരുന്നത്. കുത്തിയിരിപ്പ് സമരം തുടങ്ങി 10 മിനിറ്റിനകം രജിസ്റ്റർ കണ്ടുകിട്ടിയതായി സെക്രട്ടറി ഷാജിക്ക് CC ഷിബിനെ അറിയിച്ചു. തുടർന്ന് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഇന്ന് തന്നെ സ്കൂളിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമരം അവസാനിപ്പിച്ചു. നാദവർണ്ണ വിസ്മയങ്ങൾ പെയ്തിറങ്ങിയ മണിമലർക്കാവ് കുതിരവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് 3 ദിനരാത്രങ്ങളിൽ നടന്ന വേലയ്ക്ക് സമാപനമായത്. കാർത്തികവേലയിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 2 തിരിക്കുതിരകളും 3 കുട്ടിക്കുതിരകളും അടക്കം 21 കുതിരകൾ അണിനിരന്നു. പഞ്ചവാദ്യവും മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. കോമരത്തിന്റെ കൽപ്പനയ്ക്ക് ശേഷം ക്ഷേത്രം വലം വെച്ച കുതിരകൾ തട്ടകത്തമ്മയോട് ഉപചാരം ചൊല്ലി അതാത് ദേശങ്ങളിലേക്ക് മടങ്ങി. ഇതോടെയാണ് ചരിത്ര പ്രസിദ്ധമായ കുതിരവേലയ്ക്ക് സമാപനമായത്. വേലൂർ, തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രാമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ എന്നീ ദേശക്കുതിരകളും വേലൂർ, ഹാഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ തുടങ്ങിയ ഉത്സവ കമ്മിറ്റി കുതിരകളുമാണ് വേലയിലെ മുഖ്യ പങ്കാളികൾ. ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായും മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനുമായി, ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒറ്റപ്പാലം ചെനക്കത്തൂർ പൂരാഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് മാർച്ച് 12 രാത്രി 8 മണിക്കും 9:30ക്കും മാർച്ച് 13 രാത്രി 7 മണിക്കും വെടിക്കെട്ട് നടത്താൻ അനുമതി തേടി സമർപ്പിച്ച അപേക്ഷയിലാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K മണികണ്ഠൻ അനുമതി നിഷേധിച്ചത്. പാവറട്ടി വിശുദ്ധ ഔസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ നോമ്പിലെ ബുധനാഴ്ച ആചരണത്തിനും സൗജന്യ നേർച്ച ഊട്ടിനും തുടക്കമായി. ആഘോഷമായ ദിവ്യബലിക്ക് സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പിഞ്ചുകുട്ടികൾക്കുള്ള ചോറൂണ് നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ചയൂട്ടിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികനായിരുന്നു. മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ KJ വിൻസെന്റ്, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, കൺവീനർ ഡേവിസ് തെക്കേക്കര, NJ ലിയോ, ജോണി CJ, സേവ്യർ അറക്കൽ, ജോബി ഡേവിഡ്, സുബിരാജ് തോമസ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോൺ മുഴക്കി വാഹനങ്ങൾ. ദുരിതമനുഭവിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗികൾക്ക് ഹോൺ മുഴക്കം ശല്യമായി തുടരുകയാണ്. നവജാത ശിശുക്കൾ മുതൽ വയോധികർ വരെ ചികിത്സ തേടുന്ന ആശുപത്രിയിലെ പ്രധാന വാർഡുകളെല്ലാം
വൺ വേ റോഡിനോട് ചേർന്നാണുള്ളത്. രാപ്പകൽ ഭേദമില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്ന വൺ വേ റോഡിൽ ഹോണടി നിയന്ത്രിക്കാൻ നടപടികളുണ്ടാകുന്നില്ല. അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾ പോലും കാതടപ്പിക്കുന്ന ഹോൺ ശബ്ദം കേൾക്കേണ്ട അവസ്ഥയിലാണ്. നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം കടന്നുപോകുന്ന വൺ വേ റോഡിൽ ഹോൺ മുഴക്കൽ പതിവാണ്. ആശുപത്രി പരിസരങ്ങളിൽ ഹോൺ ഉപയോഗിക്കരുതെന്ന ചട്ടമുണ്ടെങ്കിലും ഇവിടെ അത് പാലിക്കപ്പെടുന്നില്ല. നോ ഹോൺ സൂചന നൽകുന്ന ബോർഡ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇത് വൺ വേ റോഡാണ് ആസ്പത്രിയുടെ പടിഞ്ഞാറ് വശത്തുള്ളത്. പക്ഷേ ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെല്ലാം വലിയ ഹോൺ മുഴക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. സത്യത്തിൽ അതിലേ പോകുമ്പോൾ ഹോൺ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഈ റോഡ് വൺ വേ ആണ്, ഓപ്പോസിറ്റ് ട്രാഫിക് ഇല്ലാതെ സ്മൂത്തായി പോകാവുന്ന റോഡാണ്. പക്ഷെ അവർ ജീവൻ മരണ പോരാട്ടം പോലെ ഓടി വന്ന് വലിയ ഹോൺ അടിച്ച് ആസ്പത്രിയിൽ കിടക്കുന്ന രോഗികളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ബസ്സുകൾ അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗപീഠയോടൊപ്പം ചെവി തുളയ്ക്കുന്ന ഹോൺ ശബ്ദത്തെയും സഹിക്കേണ്ട ഗതികേടിലാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. അശ്വിനി ആശുപത്രിയുടെ നേതൃത്വത്തിൽ TCV ജീവനക്കാർക്കുള്ള ആശുപത്രി പ്രിവിലേജ് കാർഡ് വിതരണ ഉദ്ഘാടനം നടന്നു. അശ്വിനി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ അശ്വിനി ആശുപത്രി ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ, TCV ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസറിന് പ്രിവിലേജ് കാർഡ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. അശ്വിനി ആശുപത്രി MD KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AS ധർമ്മൻ, IN രാജേഷ്, ജനറൽ മാനേജർ PK രാജു, TCV ഡയറക്ടർമാരായ ജേക്കബ് ജെറോം, സുബ്രഹ്മണ്യൻ എന്നിവരും സന്നിഹിതരായിരുന്നു. അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJP പാവറട്ടി മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. KR അനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. BJP പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് ആനേടത്ത്, ബിജു പട്ടിയാമ്പുള്ളി, പ്രവീൺ പറങ്ങനാട്ട്, ശശി മരുതിയൂർ, മണ്ഡലം സെക്രട്ടറി BV ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. കരീമക്ക, നിങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചാണ്? കരീമക്ക എന്നാണ്. കരീമക്ക സ്വയം വിളിക്കുക. എടമരം കരീം എന്ന് പറയില്ല. തെരഞ്ഞെടുപ്പിന് പോസ്റ്റ് അടിക്കുമ്പോൾ അദ്ദേഹം സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. 440 രൂപയാണ് വർദ്ധിച്ചത്. 64,520 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ഗ്രാമിന് 55 രൂപയാണ് വർദ്ധിച്ചത്. 8,065 രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില. 1000 രൂപ ഇടിഞ്ഞ ശേഷമാണ് സ്വർണ്ണവിലയുടെ തിരിച്ചുവരവ്. ഗുരുവായൂർ നഗരസഭ 8ാം ഡിവിഷനിൽ പുതിയതായി കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച ഫ്ലവേഴ്സ് റോഡ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർ രഹിത പ്രസാദ് അധ്യക്ഷയായി. പൊതുമരാമത്ത് ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, ADS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുനിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാസാഹിത്യ സംഘം, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാളെ കലാഭവൻ മണി അനുസ്മരണവും അവാർഡ് ദാനവും നടത്തും. കലാഭവൻ മണി കുനിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ പുരസ്കാരം പ്രശസ്ത ഗായകൻ പന്തളം ബാലന് സമ്മാനിക്കും. രാജീവ് ആലുങ്കൽ, അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 25ാം വാർഡിൽ ടൈൽ വിരിച്ച കിഡ്സ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ VM ജോണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, കൌൺസിലർ KR ജൈത്രൻ, ഫാദർ ബിയോൺ, ഫാദർ എബനൈസ, PL തോമസ് കുട്ടി എന്നിവർ സംസാരിച്ചു. ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി സ്നേഹാദരം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന സ്നേഹാദരം പരിപാടിയിൽ സർഗശേഷിയിലൂടെ മാതൃകയായ വനിതാ രത്നങ്ങളെ ആദരിക്കൽ, സ്ത്രീ ശാക്തീകരണത്തിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സംവാദം എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ തൃശൂർ സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി, പ്രോഗ്രാം കൺവീനർ ശബത് രാജൻ എലവത്തൂർ, V മാധവിക്കുട്ടി എന്നിവർ പങ്കെടുത്തു.
ഇന്റർനാഷണൽ ദന്തിസ്റ്റ് ഡേയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദന്തൽ അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ നിർവഹിക്കും. 400-ലധികം ഡോക്ടർമാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രശസ്തരായ ദന്തവിദഗ്ധരെ ദന്തൽ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കും. ഡോക്ടർ PS അജിത, ഡോക്ടർ റിങ്കു C മാത്യു, ഡോക്ടർ ജിയോ ഫ്രാൻസിസ്, ഡോക്ടർ ഋഷി ഇമ്മട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കലാമണ്ഡലത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഭാവഗായകൻ ബാബു നമ്പൂതിരിക്ക് ശിഷ്യന്മാരും സഹപ്രവർത്തകരും ചേർന്ന് വെള്ളിയാഴ്ച യാത്രയപ്പ് നൽകുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സ്വരപ്രസാദം എന്ന പേരിൽ നടക്കുന്ന ആദരവിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിരവധി കലാകാരന്മാർ പങ്കെടുക്കും. രാവിലെ മൂഴിക്കുളം ഹരികൃഷ്ണൻ നയിക്കുന്ന അഷ്ടപതിയോടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ അരങ്ങുപാട്ടിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ V കലാധരൻ സംസാരിക്കും. തുടർന്ന് ഇടപ്പള്ളി അജിത്തും സംഘവും നയിക്കുന്ന വയലിൻ കച്ചേരി, സംവാദം, ഉച്ചകഴിഞ്ഞ കലാമണ്ഡലം ബാബു നമ്പൂതിരി സംഗീതം നിർവഹിച്ച കൃഷ്ണലീല എന്ന ആട്ടക്കഥയുടെ അവതരണം, വൈകിട്ട് 5-ന് പത്മശ്രീ കലാമണ്ഡലം ഗോപി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പ്രശസ്ത കവി പ്രൊഫസർ V മധുസൂദനൻ നായർ തുടങ്ങി പ്രശസ്തരും കലാകാരന്മാരും പങ്കെടുക്കുന്ന സമാദരണ സമ്മേളനം എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 7-ന് ശ്രീലങ്കൻ നാദസ്വര ചക്രവർത്തി യാഴ്പ്പാനം PS ബാലമുരുകനും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരിയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ കലാമണ്ഡലം അജേഷ് പ്രഭാകർ, കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം ഹരീഷ് നമ്പൂതിരി, കലാമണ്ഡലം ശ്രീനാഥ് എന്നിവർ പങ്കെടുത്തു. മുരിയാട് കുന്നത്തറ ലിഫ്റ്റ് ഇറിഗേഷൻ വിപുലീകരണ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പൈപ്പ് ലൈൻ വിപുലീകരണ പ്രവൃത്തികൾ നടത്തിയത്. ജലവിതരണം കൂടുതൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 766 മീറ്റർ പുതിയ പൈപ്പ് ലൈനുകൾ ഒരുക്കിയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ വിപുലീകരണം നടത്തിയത്. കുന്നത്തറ പമ്പ് ഹൌസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, കുന്നത്തറ ലിഫ്റ്റ് ഇറിഗേഷൻ സെക്രട്ടറി KC അരുൺ എന്നിവർ പങ്കെടുത്തു. പക്ഷെ നമുക്കിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയമഹോത്സവവും 10-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച അമ്മമാരുടെ പാൽക്കുടം ഘോഷയാത്രയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദണ്ഡികാവരവും തുടർന്ന് വൈകിട്ട് കൊടിയേറ്റവും നടക്കും. 10-ന് രാവിലെ പ്രതിഷ്ഠാദിന പരിപാടികൾക്ക് തുടക്കമാകും. 13 ദേശങ്ങളിൽ കാവടിയാട്ടം സെറ്റുകളും ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് എഴുന്നള്ളിപ്പും രാത്രിയിൽ കാവടിയാട്ടവും നടക്കും. 11-ന് വൈകിട്ട് പള്ളിവേട്ടയും 12-ന് രാവിലെ ആറാട്ടും കൊടിയിറക്കം നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ കുരുലി, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്തിലെ വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്തു. എടത്തിരുത്തി കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കൃഷി ഓഫീസർ KA മേഘ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VS ദിനേശ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഷാനവാസ്, സജീഷ് സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റിന്റെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സബിത സതീഷ്, VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗർഭാശയ ക്യാൻസർ സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തെക്കുംകരയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MB ബിനിത, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MK ശ്രീജ, പുഷ്പ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരുവല്ലാമല പഞ്ചായത്തും ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വനിതകൾക്കായുള്ള യോഗ പരിശീലനം സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ അധ്യക്ഷത വഹിച്ചു. തിരുവല്ലാമല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചൊവ്വാഴ്ചകളിൽ OP വിഭാഗം ആരംഭിച്ചു.
തോളൂർ പഞ്ചായത്തിൽ വനിതകൾക്ക് ഗ്രോ ബാഗ് വിതരണം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മനീഷ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KG പോൾസൺ, കാർഷിക വികസന സമിതി അംഗം K കുഞ്ഞുണ്ണി, കൃഷി അസിസ്റ്റന്റുമാരായ ആശ വിൽസൺ, ലിജി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയായ സംസ്കൃതി സംഗമം നടന്നു. പ്രൊഫസർ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി ശങ്കർ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരായ ഡോക്ടർ ES ദേവകി, ഡോക്ടർ OK ഷൈജു, വിജയകുമാർ എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരാസസ് UP സ്കൂളിലെ പഠനോത്സവം മണലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ വിന്നി, MPTA പ്രസിഡന്റ് പ്രവീണ, അധ്യാപക പ്രതിനിധി മേരി, സിമി എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,382 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനെ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം തുടരുന്നു. ആനയ്ക്ക് ചികിത്സ നൽകുമെന്ന് വനംവകുപ്പ്. അതിരപ്പള്ളി വെച്ചിലപ്പാറയിൽ റോഡരികിലെ കരിക്ക് വിൽപ്പന കേന്ദ്രം കാട്ടാന തകർത്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന മോഷണ ശ്രമം. മുണ്ടത്തിക്കോട് കപ്പേളയുടെ ചില്ല് തകർത്ത രൂപം കവർന്ന കേസിൽ 2 പേർ പിടി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ 10 ആനകളെ പങ്കെടുപ്പിക്കാൻ തീരുമാനം. മുൻനിരയിലോടുക ആദ്യം നറുക്കെടുക്കുന്ന 3 ആനകൾ. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷികം നാളെ. ഇനിയും യാഥാർത്ഥ്യമാകാതെ ചാലക്കുടിയിലെ കലാഭവൻ മണി സ്മാരകം. കുടിവെള്ളക്ഷാമം ചർച്ച ചെയ്യാൻ ഇരിങ്ങാലക്കുട നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ KSTP ഉദ്യോഗസ്ഥർ എത്തിയില്ല. KSTPയുടെ ധിക്കാരം അവസാനിപ്പിക്കണമെന്ന് കൌൺസിലർമാർ. ക്ഷയരോഗം ബാധിച്ച് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 160 പേർ. രോഗബാധിതർ ചികിത്സ തേടാൻ മടിക്കുന്നതായി ആരോഗ്യവകുപ്പ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.